ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യ ഇന്ദ്രജയുടെ നേർക്ക് ചൂടാവാണ് കേട്ടോ. നീയാണ് ഇതിന് പിറകിലെല്ലാം കളിച്ചത്. നീ എന്നെയും സുദേവിനെയും, അല്ലെങ്കിൽ സുദേവിനെ കൊല്ലാൻ നോക്കിയതാണ്, എന്നിട്ട് നീ ചെയ്തത് എന്താണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ചാടി എണീക്കാനല്ലോ. അങ്ങനെ എൻ്റെ നന്ദിനി എവിടെയെന്നാണ് പറയുന്നത്. അവൾ ഒരിക്കലും എന്നെ വിട്ട് പോവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അവൾ എന്നെ വിട്ട് പോവാൻ അവൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നീ സത്യം പറഞ്ഞു, എൻ്റെ നന്ദിനി എവിടെ, അവളെയും നീ കൊന്നോ എന്ന് ചോദിക്കുമ്പോൾ ആകെ പേടിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം വിജയാണെങ്കിലോ, ഇന്ദ്രജയെ ഒരടി അടിച്ചപ്പോൾ തന്നെ വിജയ് ഓടി വരുന്നുണ്ട്. പിന്നെ അടിക്കുന്നതുമെല്ലാം വിജയ്ക്കാവുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വിജയ് പെട്ടെന്ന് അവിടെ നിന്ന് മാറാണ്. ഇതേ സമയം സൂര്യ നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് ഇവരെ പേരെയും രണ്ട് ഭാഗത്തോട്ട് ഒരൊറ്റ തട്ടങ്ങ് തട്ടാണ്. ഒരാൾ കട്ടിലിൽ ചെന്ന് വീഴുകയും ഒരാൾ സോഫയുടെ സൈഡിലോട്ട് ചെന്ന് വീഴുകയും ചെയ്യാൻ കേട്ടോ. അങ്ങനെ നിർത്താതെ നന്ദിനി നന്ദിനി എന്ന് അലറി വിളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനി നന്ദിനി എന്നുള്ള ആ വിളിക്കുമ്പോൾ നന്ദിനി താഴെയാണെങ്കിലോ തൻ്റെ ദേവിക്ക് മുന്നിൽ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ചോര തന്നിട്ടാണെങ്കിലും, അതായത് അവിടെ ഒരു വാളിരിക്കുന്നുണ്ടാവും, അത് കയ്യിൽ ഇങ്ങനെ അമർത്തി പിടിക്കുകയാണ്. ഞാൻ ദേവിക്ക് മുന്നിൽ എൻ്റെ ചോര തന്നിട്ടാണെങ്കിലും എൻ്റെ സൂര്യ സാറിൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണേ, പഴയതുപോലെ ആക്കിത്തരണേ. എനിക്ക് ഈ വീട്ടിൽ സൂര്യ സാർ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നത് കാണാനാണ് ഇഷ്ടമെന്ന് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന സമയത്താണ് സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യ പതിയെ റൂമിൽ നിന്നും പുറത്തോട്ട് വന്നിരിക്കുന്നു എന്ന് പത്മ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പത്മ ഓടി വരികയാണ്. പത്മ ഓടി വന്നിട്ട് നന്ദിനിയെ പൂജാമുറിയിൽ നിന്നും വലിച്ചഴക്കാണ്. അപ്പോൾ നന്ദിനി വരില്ല കേട്ടോ. അപ്പോൾ നന്ദിനിയുടെ കയ്യിൽ ഈ വാളും ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ അമർത്തി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് പത്മ. അപ്പോൾ തന്നെ നന്ദിനിയുടെ കൈ ഇങ്ങനെ മുറിയുന്നുണ്ട്. പക്ഷെ നന്ദിനി അത് വിടില്ല കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യ വരുന്നുണ്ട്. മര്യാദക്ക് നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പൊടി എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ പിടിച്ച് വലിക്കുമ്പോൾ നന്ദിനി പൂജാമുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ നന്ദിനി അവിടെ അമർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം പത്മക്ക് വലിച്ചാൽ കിട്ടുന്നില്ല. അങ്ങനെ പത്മ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നന്ദിനിയെ എങ്ങനെയൊക്കെയോ വലിച്ചു കൊണ്ടുപോകാണ് കേട്ടോ. വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നന്ദിനിയുടെ കയ്യിൽ നിന്നും ഈ ചോരത്തുള്ളികൾ ഇങ്ങനെ ഉറ്റുറ്റായി വീഴുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം മുകളിൽ നിന്നാണെങ്കിലോ ഈ പറയുന്ന സൂര്യ താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ സൂര്യക്കാണെങ്കിലോ കാലിൽ ബ്ലഡ് ആയതുകൊണ്ട് തന്നെ, ചോരയിൽ ചവിട്ടുന്നത് കൊണ്ട് തന്നെ സൂര്യ ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ വഴുക്കുന്നത് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹാൻഡ് റെയിലിൽ പതിയെ ഇങ്ങനെ പിടിച്ച് സൂര്യ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ ഒരു സീന് നേരിൽ കാണേണ്ടത് തന്നെയാണ്. സൂര്യയുടെ എന്താണ് ഇത്രയും നാളും താൻ നന്ദിനിയുടെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് താൻ പുറത്ത് കാണിക്കാതെ കൊണ്ട് നടന്ന ഒളിപ്പിച്ച ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് സൂര്യ അറിയാതെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂര്യ നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനി ശബ്ദിക്കരുതെന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇത് ഉമ്മറപ്പടിയിൽ നിന്ന് നന്ദിനിയെ അങ്ങനെ വലിച്ചിട്ട് സിറ്റ് ഔട്ടിലോട്ട് ഇട്ടിരിക്കുകയാണ് പത്മ. അപ്പോഴേക്കും സൂര്യ സാർ എന്ന് പറഞ്ഞ് നന്ദിനി ഇങ്ങനെ പതിയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. മിണ്ടരുത്, ഇനി മിണ്ടിയാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പത്മ വായ പുത്താണ്. ഒരു തരം വൃത്തികെട്ട സ്വഭാവം, കണ്ടാൽ ആർക്കും ഒരമ്മ ഒരു മകനോട് ചെയ്യാൻ പാടില്ല, അത്രയും വലിയ ക്രൂരതയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നന്ദിനി എന്ന് പറഞ്ഞ് സൂര്യ ഇങ്ങനെ ഈ കോണിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് 3-4 സ്റ്റെപ്പേ സൂര്യക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. അപ്പോഴേക്കും സൂര്യയുടെ കാലിൽ നിന്ന് നിൽക്കാതെ ബ്ലഡ് വരുന്നത് കൊണ്ട് തന്നെ ആ ബ്ലഡിൽ ചവിട്ടി സൂര്യ ആ സ്റ്റെപ്പിൽ നിന്ന് തന്നെ താഴോട്ട് ഉരുണ്ട് വീഴും കേട്ടോ. അപ്പോൾ അത് മുകളിൽ നിന്നും ഇന്ദ്രജയും അതുപോലെ തന്നെ ഈ പറയുന്ന വിജയ് കാണാണ്. അപ്പോൾ വിജയ് പറയണ അയ്യോ എന്താണ് സൂര്യ വീണിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ദ്രജ തടയാണ്. വേണ്ട, പോണ്ട, അവൻ മരിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ, ഇനി അവൻ ജീവിച്ചിരുന്നാൽ നമുക്ക് ആപത്താണ്. ഞാനാണ് ഇതിന് പിറകിൽ കളിച്ചതെന്ന് അവനും കൂടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാവും. അമ്മക്ക് മുന്നിൽ, അതായത് മമ്മിക്ക് മുന്നിൽ നന്ദിനി വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മക്ക് പ്രതികാരമായതുകൊണ്ട് തന്നെ മമ്മി അത് വിശ്വസിച്ചില്ല. എന്നാൽ സൂര്യ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും വിശ്വസിക്കുന്ന വരാനായിട്ട്. അപ്പോൾ ഈ സമയം വിജയ് പറയണ എന്തായാലും ഇവിടെ യതീന്ദ്രൻ സാറ്, അതായത് നിൻ്റെ ഡാഡിയില്ല, ഞാൻ നന്നായി, അത് വലിയൊരു ഭാഗ്യം തന്നെ, അതിന് നിൻ്റെ കരങ്ങൾ വല്ലാത്തൊരു കളി തന്നെയാണ് കളിച്ചത്. അപ്പോൾ ഈ സമയം വെച്ചാൽ ഹോസ്പിറ്റലാവുന്ന ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഇനി യതീന്ദ്രനെ അവിടെ നിന്ന് കടത്തുന്നുണ്ട്. അതായത് ഇവരൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, അത് സൂര്യയാണ് ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്നതെന്ന് സൂര്യ എന്ന് പറഞ്ഞിരുന്നല്ലോ. അന്നാണല്ലോ നന്ദിനിയുടെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ട് അന്നത്തെ ആ മീറ്റിംഗ് പിന്നീട് ആക്കി വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അത് പത്മ
പത്മ കൈകാര്യം ചെയ്തോളൂ എന്ന് സൂര്യ ആനന്ദിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ മീറ്റിംഗ് പത്മക്ക് വരികയാണ്. ഡൽഹിയിൽ വെച്ച് ഇത്ര നല്ലൊരു കമ്പനിയുമായുള്ള ഒരു മീറ്റിംഗാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ആ വിളി വരികയാണ്. ആ വിളി വരുമ്പോൾ ഇന്ദ്രജ പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മ പോകണ്ട, അമ്മ ഒരിക്കലും പോകണ്ട. കാരണം അമ്മ പോയ നമ്മുടെ പദ്ധതികൾ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. ഡാഡി പോയിക്കോട്ടെ. എങ്ങനെയാടി ഡാഡിയോട് പോകാൻ പറയുക? ഡാഡി ഒരിക്കലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പോവും. അത് പോയിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്ക് നന്നായി അറിയാം. എന്ത് വഴിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കറിയാം മമ്മി, ഞാൻ പറയുന്നത് പോലെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് യതീന്ദ്രനെ അങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് കളികൾ നടത്താനും അവിടെ കഴിയുന്നത് അതുകൊണ്ടാണ്, യതീന്ദ്രൻ ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനിയെ വലിച്ചഴിച്ച് സിറ്റ് ഔട്ടിൽ കൊടുന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യ ആണെങ്കിലോ പുറത്ത് ഈ കോണിയുടെ സ്റ്റെപ്പിൽ നിന്ന് വീണത് കൊണ്ട് തന്നെ താഴെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സൂര്യ ഇങ്ങനെ താഴെ എത്തിയിട്ട് നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ സൂര്യ കുറച്ചും കൂടിയല്ലേ ഉള്ളൂ ഉമ്മറപ്പടിയുടെ ആ ഡോറിൻ്റെ അവിടെ എത്താൻ. അപ്പോൾ സൂര്യ കുറച്ച് എഴഞ്ഞിട്ട് ഇങ്ങനെ പതിയെ അവിടെ എത്തുകയാണ്. സൂര്യക്ക് കാലുകൊണ്ട് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. കാരണം കാലൊക്കെ ആകെ വികൃതമായി മാറുകയാണ്. അത്രയും സ്റ്റെപ്പുകളും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ടും രണ്ടാമതും സൂര്യ ക്രിട്ടിക്കലിലോട്ട് പോകുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പോഴാണ് സൂര്യയുടെ കണ്ണിൽ ഒരു കാഴ്ച കാണുന്നത്. അതായത് ബ്ലഡിൻ്റെ തുള്ളികളിലൂടെ ആരോ വലിച്ചഴിച്ച് കൊണ്ടുപോയ ആ ഒരു സീൻ കേട്ടോ. അങ്ങനെ സൂര്യ മുറ്റത്തോട്ട് അങ്ങ് നോക്കുമ്പോൾ കാണുന്ന നന്ദിനിയെ പത്മ പിടിച്ച് വലിക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. ഇല്ല, ഞാൻ പോവില്ല എന്ന് പറയുമ്പോൾ നന്ദിനി എന്ന് പറഞ്ഞ് സൂര്യ വീണ്ടും വിളിക്കുമ്പോൾ സൂര്യ സാർ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങ് തിരിച്ച് വിളിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നന്ദിനി എന്ന് പറഞ്ഞ് സൂര്യ ആ ഇരുന്ന ഇരിപ്പിൽ രണ്ട് കൈയും ഇങ്ങനെ വാ എന്ന് പറഞ്ഞിട്ട് മാടി വിളിക്കുന്നത് പോലെ രണ്ട് കൈയും ഇങ്ങനെ നന്ദിനിക്ക് നേരെ അങ്ങ് പിടിക്കുകയാണ്. അപ്പോഴാണെങ്കിലോ പത്മ ഒരു കൈ നന്ദിനിയുടെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പത്മ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ആ കൈ നന്ദിനി ഒരൊറ്റ തട്ടങ്ങ് തട്ടുമ്പോൾ പത്മയുടെ കൈ അങ്ങ് പോകുന്ന അതേ വേദനയാണ് പത്മക്കുണ്ടാകുന്നത്. കൈ ഒരു അങ്ങോട്ട് തെറിക്കാൻ കേട്ടോ. അങ്ങനെ നന്ദിനി ഒരു ഒന്തിയിട്ട് പിന്നീട് അവിടെ നിന്ന് എണീറ്റ് വന്ന് സൂര്യ സാർ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ അടുത്തോട്ട് ഓടി വരികയാണ് കേട്ടോ. ഇതേ സമയം സൂര്യ നന്ദിനി എന്ന് പറഞ്ഞിട്ട് വിതുമ്പിക്കരയാണ്. ആ സമയം നന്ദിനി ഓടി വന്ന് സൂര്യ അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോൾ സൂര്യ നന്ദിനിയെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. പിന്നീട് ഇവർ തമ്മിലുള്ള കെട്ടിപ്പിടുത്തമുണ്ടല്ലോ, ഒരുപാട് നേരത്തേക്ക് ഇവർ കരയാണ്. നന്ദിനി എന്ന് പറഞ്ഞിട്ട് സൂര്യ കരയുമ്പോൾ സൂര്യ സാർ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയും കരയാണ്. അപ്പോൾ നന്ദിനി ഈ കെട്ടിപ്പിടിക്കുമ്പോൾ സൂര്യയുടെ ഷർട്ടിലൊക്കെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. എന്നാൽ നന്ദിനിയാണെങ്കിലോ സൂര്യയുടെ കാലിൽ നിന്ന് ഉറ്റി വീഴുന്ന ആ രക്തത്തിൽ വന്നിട്ടാണ് ഇരുന്നിരിക്കുന്നത്. അതുകൊണ്ട് അതും നന്ദിനി കാണുന്നില്ല. അങ്ങനെ ഇവർക്ക് തമ്മിൽ കണ്ടുമുട്ടിയ ആ ഒരു സ്നേഹം പറയാനില്ല. അത്രയും ഇതോടുകൂടി ഇവരിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴാണ് താഴോട്ട് ഇന്ദ്രജയും വിജയും ഇറങ്ങി വരുന്ന കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പത്മയും ഓടി വരികയാണ്. അങ്ങനെ പത്മ പറയാണ്, സൂര്യ ഇവളെ അങ്ങ് വിട്ടേക്ക് എന്ന് പറയാം കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ മാറി നിൽക്കുക എന്ന് പറയണേ. നന്ദിനി, നീ ഇത്രയും നാളും എന്താ എൻ്റെ അടുത്തോട്ട് വരാതിരുന്നത്? സൂര്യ സാർ ഇവരെല്ലാവരും കൂടി അപ്പോഴേക്കും ഡാഡി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. യതീന്ദ്രൻ സാർ ഇവിടെയില്ല, യതീന്ദ്രൻ സാറിനെ ഡൽഹിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്ന് പറയാം കേട്ടോ. ആ സമയം സൂര്യ പറയണേ, നന്ദിനി വാ എന്ന് പറയാം കേട്ടോ. അത് കേട്ട ഉടൻ തന്നെ പത്മ പറയണേ, ഇവളിനി ഈ വീട്ടിൽ വേണ്ട, ഇവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കുകയാണ്. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇവളാണ്. ഇപ്പോഴും നിന്നെ ഈ അവസ്ഥയിലാക്കുന്നത്. മോനെ, നിൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവളെ കാണാഞ്ഞിട്ടല്ല നിൻ്റെ തിടുക്കം. നിനക്ക് എന്തെങ്കിലും സംഭവിക്കും മോനെ, വാ എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്ത് സംഭവിക്കാനാണ്? നിങ്ങൾ എന്താ പറയുന്നത്? അപ്പോൾ ഇവളുടെ അച്ഛനാണ് നിന്നെ ഈ അവസ്ഥയിലാക്കിയത് മോനെ, അത് നീ മറക്കരുത്. സുദേവനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ ശബ്ദിക്കരുത് എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ഇന്ദ്രജയ്ക്ക് പേടി വരികയാണ്. അപ്പോൾ വിജയ് പറയണേ, നമ്മുടെ കഥ ഇന്നത്തോടു കൂടി തീരുമെന്ന് പറയണേ. അപ്പോഴേക്കും പത്മ പറയണേ, മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് നീ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ വരില്ല. നന്ദിനി നീ വാ, നിങ്ങളെന്നെ തൊട്ടു പോവരുത്. മമ്മിയാണ് ഇത്രേ, മമ്മി. നിങ്ങൾക്ക് അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അമ്മയാണെങ്കിൽ ഒരു മകൻ്റെ മനസ്സിലെ വിഷമങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനുള്ള ആ കഴിവ് നിങ്ങളിൽ ഉണ്ടാവും. പക്ഷെ അത് നിങ്ങളിലില്ല. ഞാൻ ഈ സമയം കിടക്കുമ്പോഴും എന്നെയും നന്ദിനെയും പിരിക്കാനല്ലേ നിങ്ങൾ നോക്കുന്നത്? അപ്പോഴേക്കും ഉടൻ തന്നെ പറയണം, മോനെ നീ അങ്ങനെയൊന്നും പറയല്ലടാ,
ഞാൻ ഒരിക്കലും എൻ്റെ മോനിക്ക് ആപത്ത് വരുന്ന ഒരു പ്രവൃത്തിക്കും കൂട്ട് നിൽക്കില്ല. അതാണ് മമ്മി ഇവളെ ഇവിടെ നിന്നും പറഞ്ഞയച്ചത്. ഇവളുടെ അച്ഛൻ കാരണമല്ലേ നിനക്ക് ഈ അവസ്ഥ വന്നത്. ഇനി നിങ്ങൾ സംസാരിച്ചാലുണ്ടല്ലോ എനിക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണക്കാരി ആരാണെന്നറിയോ? ഈ നിൽക്കുന്ന നിങ്ങളുടെ പൊന്നാര മകൾ, നിങ്ങളുടെ മൂത്ത മകളാണ്. ഇവൾ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ നോക്കിയതാണെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി പത്മ ഷോക്കാവാണ്. അന്നേ ദിവസം എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയണം. ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ഈ രാക്ഷസിയാണ് എന്നെ ഈ അവസ്ഥയിൽ കിടത്തിയത്. മോനെ, നീ വായിൽ തോന്നിയത് വിളിച്ച് പറയരുത് കേട്ടോ. ഇവൾക്ക് വേണ്ടി നീ വായിൽ തോന്നിയത് വിളിച്ച് പറയാതെ നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ഈ നിൽക്കുന്ന നന്ദിനി എന്ന് പറയുന്ന നിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നീ ഉപമിക്കുന്ന ഇവളുടെ അച്ഛനാണ്. മിണ്ടാൻ നിൽക്കുന്നുണ്ടോ നിങ്ങൾ? എന്നെ ഈ അവസ്ഥയിലാക്കാനുള്ള കാരണം ഇവളാണ്, ഈ എൻ്റെ ചേച്ചി. ഇവരെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ചേച്ചി എന്ന വാക്കിൻ്റെ അർത്ഥം ഇവർക്കറിയില്ല. അതുകൊണ്ടാണ് ഇവർ ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്ന് കാട്ടുന്നത്. എന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഇവർ എനിക്ക് മുന്നിൽ പടക്കമെറിഞ്ഞത്. ആ സമയം ഞാനത് കൊണ്ട് ഇവളുടെ അച്ഛനെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവിടെ ആകെ പേടിച്ചു പോവാണ് കേട്ടോ. ഇന്ദ്രജ ഈശ്വര പെട്ടല്ലോ എന്നുള്ള പാവത്തിൽ ഇന്ദ്രജ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം വിജയ് ഇന്ദ്രജയുടെ കൈക്കൊരു തട്ട കൊടുക്കുകയാണ്. അതേസമയം കുറച്ച് നിമിഷത്തേക്ക് ഇന്ദ്രജ അങ്ങ് പേടിയോട് കൂടി നിന്നിട്ട് മമ്മി ഇവൻ പറയുന്നതൊന്നും കേൾക്കരുത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പത്മ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണല്ലോ. തൻ്റെ മകള് പറയുന്ന വാക്കുകൾ കേട്ട് പത്മ ഇങ്ങനെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന മകൻ പറഞ്ഞ വാക്ക് കേട്ടിട്ടാണ്. അപ്പോൾ ഉടൻ തന്നെ ഇവരെ അങ്ങനെ തന്നെ പറയുള്ളൂ. എന്നെ ഈ അവസ്ഥയിൽ കിടത്തിയത് ഈ ഇന്ദ്രജയാണ്. അതുകൊണ്ട് ഇനി ഇവൾ ഈ വീട്ടിൽ വേണ്ട. ഇവളെ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ഇവൾക്ക് ഒരു മനസാക്ഷി ഇല്ലാത്തവളാണ്. ഇവൾക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. ഇതെൻ്റെ ചേച്ചിയല്ല, ഈ വീട്ടിലെ താടകയാണ് ഇവൾ. ഒരു ചോരയുടെ മണം, ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില ഒന്നും അറിയാത്ത ഒരു യക്ഷിയാണ് ഇവളെ ഈ വീട്ടിൽ നിന്ന് ഈ നിമിഷം പുറത്തിറക്കണമെന്ന് പറയുന്നു കേട്ടോ. അതങ്ങ് കേൾക്കുന്ന പത്മ പറയുന്നു, നീ ഇത് പറയുന്ന എനിക്കറിയാം. നിൻ്റെ ഭാര്യ ഇത് തന്നെയാണ് പറഞ്ഞത്. കാരണം അമ്മായിയച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ പറയുന്നത്. അത് കേട്ടോടെ തന്നെ മമ്മി അങ്ങനെ അപ്പോഴേക്കും നിങ്ങളെ അമ്മയെന്ന് വിളിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കൂടി പറയാണ്, നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോ, ഇനി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇവൾ ഈ അവസ്ഥ വരുത്തും. അതായത് എൻ്റെ ചേച്ചി എന്ന് പറയുന്നവൾ അവസ്ഥ വരുത്തുമ്പോൾ നിങ്ങൾ പഠിച്ചോളും. എന്തായാലും നന്ദിനിയെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടില്ല. അതാര് തന്നെ പറഞ്ഞാലും ഞാൻ ഇറക്കില്ല. ഇതെൻ്റെ വീടാണ്. നന്ദിനി വാ എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് എണിക്കാൻ ഒരുങ്ങുമ്പോൾ സൂര്യക്ക് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ. ബ്ലഡ് അത്രക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നന്ദിനി പറയാണ്, സൂര്യ സാർ നിലത്ത് കാല് കുത്തരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞു. അപ്പം നന്ദിനി നീ ഇതെങ്ങനെ അറിഞ്ഞു? ഞാൻ സൂര്യ സാർ എല്ലാം കേൾക്കുന്നുണ്ട്, ഞാനെല്ലാം അറിയുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി എന്നാൽ എങ്ങനെ മുകളിലോട്ട് കയറുമെന്ന് പറയുമ്പോൾ സൂര്യ സാർ എൻ്റെ പുറത്ത് കയറിക്കോളൂ, ആ ഹാൻഡ് റെയിലിൽ പിടിച്ച് നമുക്ക് പതിയെ അങ്ങ് കയറിപ്പോവാമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ സൂര്യയെ തൻ്റെ തോളിലിട്ട് കൊണ്ടുപോകുന്നത് പോലെ നന്ദിനി ആ ഹാൻഡ് റെയിൽ ഇങ്ങനെ പിടിച്ച് പതിയെ പതിയെ കാല് നിലത്ത് കുത്താതെയൊക്കെ ആയിട്ട് സൂര്യയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് താൻ അടക്കി പിടിച്ച് കൊണ്ടുപോകുമ്പോൾ പത്മക്ക് ഒരു നിമിഷത്തേക്ക് എന്താ അവിടെ ചെയ്യേണ്ടതെന്നറിയാതെ ഒരു ഭ്രാന്തിയെ പോലെ ആവുന്ന ആ ഒരു സീനൊക്കെ വരാനുണ്ട് കേട്ടോ.